ജോസി ബാബു ചേരുന്നുണ്ട്. ജോസി, പലയിടങ്ങളിലും മഴ ശക്തമായി ഇപ്പോഴും പെയ്യുന്നുണ്ടെന്ന് അറിയുന്നു. ഏതൊക്കെ ഭാഗങ്ങളിലാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്? ജില്ലാ ഭരണകൂടം ഏത് രീതിയിലാണ് ഇതിനെ നേരിടാൻ ഒരുങ്ങുന്നത്? ധന്യ, ഇന്നലെ വൈകിട്ടും ഇന്ന് പുലർച്ചെയും ശക്തമായ മഴയാണ് കോട്ടയം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ അനുഭവപ്പെട്ടത്. പ്രത്യേകിച്ച് മലയോര മേഖലയിലടക്കം ശക്തമായ മഴ ലഭിച്ചു. ഈരാറ്റുപേട്ട, പൂഞ്ഞാർ അടക്കമുള്ള മേഖലകളിലാണ് വലിയ രീതിയിലുള്ള നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തലനാട് പഞ്ചായത്തിലെ വെള്ളാനി LP സ്കൂളിന്റെ മേൽക്കൂര പറന്നുപോയി. ഗവൺമെന്റ് LP സ്കൂളിന്റെ മേൽക്കൂര പറന്നുപോയതിനെ തുടർന്ന് പൂർണ്ണമായും ആ ഭാഗത്തൊക്കെയും ഒത്തിരി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മരങ്ങളൊക്കെ വീഴുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന രാധാകൃഷ്ണൻ, സുരേന്ദ്രൻ എന്നിവരുടെ വീടുകളിലേക്കും അവരുടെ ഷെഡിലേക്കും മരം കടപുഴകി വീണ് വീടിന് നാശനഷ്ടമുണ്ടായി. അതോടൊപ്പം ഈരാറ്റുപേട്ട കടുവാക്കുഴി മേഖലയിൽ ഷിഹാബ് എന്ന ആളുടെ വീടിൻ്റെ മുകളിലേക്കും മരം വീണ് വീടിന് കേടുപാടുകൾ പറ്റി. മറ്റ് വിവിധ ഇടങ്ങളിൽ, ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ പലയിടങ്ങളിലുമായി വൈദ്യുതി പോസ്റ്റുകൾ വീണ് വൈദ്യുത തടസ്സം നേരിട്ടു. അതോടൊപ്പം മറ്റിടങ്ങളിലൊക്കെയും റോഡിൽ മരം വീണും ഗതാഗത തടസ്സമുണ്ടായി. പക്ഷേ ആളപായമൊന്നുമില്ല എന്നത് ആശ്വാസകരമാണ്. ഇന്ന് പകൽ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നുവെങ്കിലും ഇപ്പോൾ വൈകുന്നേരത്തോടു കൂടി വീണ്ടും ഇടവിട്ട് മഴ ജില്ലയിൽ വിവിധയിടങ്ങളിൽ പെയ്യുന്നുണ്ട്. നഗരപ്രദേശങ്ങളിലടക്കം ഇടവിട്ട് മഴ ശക്തമായി ലഭിക്കുന്നുണ്ട്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നതാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും അറിയിച്ചിരിക്കുന്ന നിർദ്ദേശം. കാലാവസ്ഥാ നിർദ്ദേശങ്ങൾ പ്രത്യേകിച്ച് മഴ കനക്കുകയാണെങ്കിൽ മലയോര മേഖലയിലേക്ക് അടക്കമുള്ള യാത്രാ നിയന്ത്രണം ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം ഖനന പ്രവർത്തനങ്ങൾക്കുള്ള നിയന്ത്രണമൊക്കെയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഈ മലയോര മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രാ നിയന്ത്രണത്തിനും സാധ്യതയുണ്ട്. ഇക്കാര്യങ്ങളൊക്കെയും പരിശോധിക്കുന്നതിനായി റവന്യൂ വകുപ്പിന്റെ അടിയന്തര യോഗം അല്പസമയത്തിനകം കളക്ടറേറ്റിൽ ചേരുകയാണ്. ധന്യ.